ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സീൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ നല്ല വലുപ്പമുള്ള ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു തക്കാളിൻ്റെ കാൽഭാഗമാട്ടോ ഞാൻ എടുത്തത്. നല്ല വലുപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് കാൽഭാഗം അങ്ങനെ എടുത്തിന്. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളിൻ്റെ പകുതി അങ്ങനെ എടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം, നമ്മളെ ഫെനൽ സീഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഹാഫ് ലെമണും ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ലെമൺ നല്ല ചെറുതാണെങ്കിൽ ഒരു ലെമൺ എടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ ലെമൺ ആയതുകൊണ്ട് ഒരു പകുതി ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയിൽ ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഞാനിത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിന് കേട്ടോ. അത് കുറച്ചൊന്ന് കട്ടി പോലെ തോന്നിയോണ്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ചേർക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടി പോലെ തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഞാൻ അരക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടാട്ടോ അരച്ചെടുത്തത്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അയക്കൂറയാട്ടോ എടുത്തത്. 4 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ മീനിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ നാക്കി കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് തന്നെ മീനിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഈ ഒരു മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ മീനിലേക്കെല്ലാം മസാല തേച്ച് കൊടുത്തിന്. ഇനി ഇത് ബാക്കിയുള്ള ആ ഒരു മസാലയാട്ടാ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മീൻ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആവശ്യമുണ്ട് ഈ മസാല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 15 മിനിറ്റ് വെക്കാം. അതല്ലെങ്കിൽ അപ്പം തന്നെ അങ്ങ് ഫ്രൈ ആക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. ഇനി നമുക്കിതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു മീന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മീനിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാട്ടാ 15 മിനിറ്റ് വെച്ചത്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ അതിന് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്ത ശേഷം കുറച്ചൊന്ന് കൈനിട്ട് ഈ ഒരു രീതിയിൽ കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണ്ട, കുറച്ചൊന്ന് കൈനിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡും കൂടി ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മീനെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും ഈ മസാല ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു പൊടികളിലെയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ. ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാം. ഇതങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മീൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്നെല്ലാം ഈ ഒരു മസാല എടുത്തിട്ട് മീനിന്റെ മേലെ ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഈ ഒരു രീതിയിൽ തന്നെ അങ്ങനെ വെക്കാം. എന്നിട്ട് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് ആ ഒരു സൈഡും ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് വെക്കാം. അപ്പം നമ്മളെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.